When we talk of heaven, we imagine gates of pearl and streets of gold and walls of jasper. But those things would not be attractive if Jesus were not there. His presence is what makes a place heavenly. So, welcome to our little slice of heaven, to the very heart of Kalyan Diocese, STMS, for Josh 2020. So, buckle up and get ready to make a journey into our paradise. How good it is to sing praises to our God. How pleasant and fitting to praise Him. St. Augustine said, "When one sings, one prays twice." So let us all rise, lifting up our hearts in prayer to heaven, and join in singing a hymn. I now call upon our beloved rector of the seminary, Reverend Father Jacob Perthur, for the welcome address. പ്രിയ അഭിവന്യ പിതാവേ, പ്രിയ ബഹുമാൻ ലിജു അച്ച, ബഹുമാൻ റാഫേൽ അച്ച, പനുവേൽ ഫൊറോന വികാരി, പ്രിയ ബഹുമാൻ പോൾ അച്ച, ARC ഡയറക്ടർ ഫാദർ ഷൈബു പോൾ അച്ച, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാൻ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ,
സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ആൻഡ് ബെനഫാക്ടേഴ്സ് ഓഫ് ആ സെമിനറി, ഷമ്മാശന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈനർ സെമിനറി ബ്രദേഴ്സ്, ഇന്ന് നാം STMS ഫാമിലിയുടെ ഹോം ഡേ ജോഷ് 2020 ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രിയ അഭിമന്യ പിതാവ് പബ്ലിക് ഫങ്ഷൻസിന് പോയി തുടങ്ങിയിട്ടില്ല. എങ്കിലും അഭിമന്യ പിതാവിന് നമ്മെ കാണാനായിട്ടുള്ള വലിയ ആഗ്രഹം, നമുക്ക് അഭിമന്യ പിതാവിനോടുകൂടെ കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാനുള്ള വലിയായ ആഗ്രഹം രൂപതയുടെ ഹൃദയമായി വിശേഷിപ്പിക്കപ്പെടുന്ന STMS കുടുംബത്തിൽ ഈ ആഘോഷത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് അഭിമന്യ പിതാവ് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെയുള്ള മക്കളെ കാണുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊക്കെയായി ഈ ദിവസം പ്ലാൻ ചെയ്ത അറിയിച്ച ഉടനെ പിതാവ് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത് നമ്മുടെ ക്ഷണം. പിതാവിൻ്റെ സ്നേഹവും കരുതലും പ്രോത്സാഹനവും ആണ് ഈ സ്ഥാപനത്തെ വളർത്തുന്നത്. ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന്, നിർദ്ദേശങ്ങൾ തരുന്നതിന്, പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് പിതാവ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വർഷം ക്ലാസ്സുകൾക്കൊക്കെ ഓൺലൈനിലായിട്ടാണ് പിതാവ് വരാറ്. സമയം പറയുന്നതിന് 5 മിനിറ്റ് മുമ്പ് തന്നെ പിതാവ് എല്ലാം കൃത്യമായി ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ടാവും. റാഫേലച്ച അല്ലെങ്കിൽ ജേക്കബച്ച, നമുക്ക് അവരെല്ലാവരും വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് പിതാവ് വളരെ സൗഹൃദപൂർവ്വമാണ് ഈ മക്കളോട് ഇടപെടുന്നത്. പിതാവ് ഇവിടെ ഒന്നിനും കുറവുണ്ടാകുവാനായിട്ട് ഇടവരുത്തുന്നില്ല. പിതാവിൻ്റെ ക്ലാസ്സസ്, കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന, സെമിനാരിയെ സഹായിക്കുന്നവരെ പിതാവ് വളരെ സ്നേഹത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. ഇന്നിവിടെ വന്ന് നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ബലിയർപ്പിക്കുവാനും അതുപോലെ തന്നെ ഈ സമ്മേളനത്തിലെ ആധ്യക്ഷം വഹിക്കുന്നതിനും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ അഭിമന്യ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന വികാരി ജനറൽ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ കാടങ്കാവിൽ അച്ഛൻ, ചാൻസലർ പ്രിയ ബഹുമാൻ ജസ്റ്റിൻ കല്ലേലി അച്ഛൻ, രൂപത ഫൈനാൻസ് ഓഫീസർ സെബാസ്റ്റ്യൻ അച്ഛൻ, വൈസ് ചാൻസലർ ബഹുമാൻ സിബി അച്ഛൻ കൊച്ചുവീട്ടിലച്ഛൻ എന്നിവരെയും ഈ അവസരത്തിൽ ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ക്ലാസ് എടുത്ത് സഹായിക്കുന്ന പനുവേൽ ഫൊറോന വികാരി ഫാദർ പോൾ കുണ്ടുപറമ്പിലച്ഛൻ, ARC ഡയറക്ടർ ഷൈബു പോളച്ചൻ, അസിസ്റ്റൻ്റ് ഡയറക്ടർ ബിബിലച്ചൻ, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിസിറ്റിംഗ് പ്രൊഫസേഴ്സായി ഇവിടെ കടന്നു വരുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജിൻഡോ എടാട്ടുകുന്നേലച്ചൻ, ബഹുമാന ജോസഫ് ചാലിശ്ശേരി അച്ഛൻ, സിബിച്ചൻ കൊച്ചുവീട്ടിലച്ഛൻ, ബഹുമാനപ്പെട്ട ഡാനി ചിറ്റിരപ്പള്ളി അച്ഛൻ, ധനൂപ് ചുങ്കത്തച്ഛൻ, മാർട്ടിൻ കോമ്പാറ അച്ഛൻ, മിസ്റ്റർ റപ്പായി സർ, മിസ്സിസ് ആശ ടീച്ചർ എന്നിവരെയും ഞാൻ പ്രത്യേകമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പനുവേൽ ഫൊറേനയിലുള്ള എല്ലാ അച്ഛന്മാരെയും അതുപോലെ തന്നെ രൂപതയിലുള്ള മറ്റെല്ലാ അച്ഛന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന സിസ്റ്റേഴ്സ് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, ഞാൻ സ്വാഗതം ചെയ്യുന്നു. KMC ഡയറക്ടർ ബഹുമാന ഫ്രാങ്ക്ലിൻ പൊട്ടനാനിക്കൽ അച്ഛനെയും അച്ഛൻ്റെ ടീമിനെയും KMC ടീമിനെയും ഞാൻ പ്രത്യേകമായ വിധത്തിൽ ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ നമ്മുടെ ബ്രദേഴ്സിൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അതുപോലെ തന്നെ സെമിനാരിയുടെ സ്പോൺസേഴ്സ് ആൻഡ് ബെനഫാക്ടേഴ്സ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്പോൺസേഴ്സ് ആൻഡ് ബെനഫാക്ടേഴ്സ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഈ COVID-19 കാലഘട്ടത്തിലും ഒരുപാട് പേര് സെമിനാരിക്ക് സ്പോൺസർഷിപ്പായിട്ട് വരികയും നമ്മെ സഹായിക്കുകയും ചെയ്തതുകൊണ്ട് അവരെല്ലാവരെയും ഈ COVID-19 പശ്ചാത്തലത്തിൽ നിങ്ങൾക്കിവിടെ വരുവാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ നിരന്തരമായ സഹായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൺമുൻപിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ STMS ഫാമിലി മെമ്പേഴ്സായ ബ്രദേഴ്സ്, മൈനർ സെമിനാരി ബ്രദേഴ്സ്, ഇപ്പോൾ 13 ബ്രദേഴ്സാണുള്ളത്. ഇവിടെ മൈനർ സെമിനാരിയൻസ് ആയിട്ടുള്ളവരെല്ലാവരും ബോംബെ, പൂന, നാസിക് എന്നീ സ്ഥലങ്ങളിലുള്ളവരാണ്. എല്ലാ ബ്രദേഴ്സിനെയും ഞാൻ ഹൃദ്യമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേജർ സെമിനാരിയിലുള്ള ഷമ്മാശന്മാർ, സെൻറ്റ് പയസ് സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. നമ്മുടെ റീജൻ ബ്രദർ ഇവിടെയുണ്ട്, ജെറിൻ നെല്ലിശ്ശേരി. നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. സെമിനാരിയിലെ നോൺ ടീച്ചിങ് ആൻഡ് ഡൊമസ്റ്റിക് സ്റ്റാഫ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി, എന്നാൽ ഏറ്റവും പ്രധാനമായി, എൻ്റെ 2 ചിറകുകൾ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറ് ആയ ബഹുമാനപ്പെട്ട ലിജു കീറ്റിക്കലച്ചനെയും ബഹുമാനപ്പെട്ട റാഫേൽ ഐനിക്കലച്ചനെയും ഞാൻ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. പ്രത്യേകിച്ച് വൈസ് റെക്ടർ ബഹുമാനപ്പെട്ട റാഫേൽ ഐനിക്കലച്ചൻ ഈ ഡിസംബർ 10-ാം തീയതി ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോവുകയാണല്ലോ. വിക്രോളി പാർക്ക് സൈറ്റ് എന്നീ ഇടവുകളുടെ വികാരിയായും കാറ്റക്കിസം അസിസ്റ്റൻ്റ് ഡയറക്ടറായും നിയമിതനായിട്ടാണ് സ്ഥലം മാറിപ്പോകുന്നത്. അച്ഛനെ ഞാൻ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ 3 പേർ ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നത്. ഒരു ടീമായിട്ടാണ് ഇവിടെ ഈ ഫോർമേഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനും എവിടേക്കും ഓടാനും സെമിനാരിയിലെ എല്ലാ കാര്യങ്ങളും ഒപ്പം നിന്ന് നേതൃത്വം നൽകാനും കുട്ടികൾക്ക് ഫോർമേഷൻ നൽകുവാനും റാഫേലച്ചൻ കഠിനമായി യത്നിച്ചു. 2-2.5-3 വർഷമായിട്ട് സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, കാര്യക്ഷമതയോടെ, ഉത്തരവാദിത്വത്തോടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പമായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ പുതിയ ശുശ്രൂഷാ മേഖലകൾ ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയതായി സെമിനാരിയിൽ വൈസ് റെക്ടറായി നിയമിതനായി ഡിസംബർ 10-ാം തീയതി മുതൽ ചാർജ് എടുക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോർജിറ്റ് കൂട്ടുങ്കൽ അച്ഛനെ നമ്മുടെ STMS ഫാമിലിയിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ, നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. Months of toil and hard work has reached fruition today as we release Spandanam, a manuscript by the brothers who have given their very best, showcasing their talents, their numerous talents. I now call upon our cultural secretary,
Brother Anto for the release. Don't fear to dream great things, says Pope Francis. This releasing of Spandanam was indeed a dream for us. But by the grace of God, it is materialized. The pages of this manuscript are indeed the heartbeats of our heart, that is, our seminary. We wish that let the talents depicted here be a source of inspiration to the forthcoming generations. Taking this opportunity to thank each and everyone who worked dawn and dusk to prepare this Spandanam. Thus, we proudly present before you Spandanam 2021. I now invite His Lordship Mar Thomas Elevenal to release the Spandanam and hand it over to Reverend Father Shaibu Paul, Director of our Pastoral Center, in the presence of our loving Rector, Very Reverend Father Jacob. As the sheep keenly hearken to its shepherd's voice, let us pay heed to our shepherd's voice as we invite our bishop, His Lordship Mar Thomas Elevenal, for the presidential address. സ്നേഹവാൻപ്പെട്ട റക്ടർ ജേക്കബ് അച്ച, സ്നേഹവാൻപ്പെട്ട വൈസ് റക്ടർ റാഫേൽ അച്ച, ലിജു കീറ്റിക്കലച്ച, പെരുമാനപ്പെട്ട പോളച്ച, ഷൈബു പോളച്ച, സ്നേഹവാൻപ്പെട്ട സഹോദരങ്ങളെ, അകലെ നിന്നും ശ്രവിക്കുന്ന മാതാപിതാക്കളെ, ബെനഫാക്ടേഴ്സ്, ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ കുർബാനയുടെ മധ്യേ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ നമ്മുടെ സെമിനറി വ്യത്യസ്തമാർന്നതാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. എങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു സന്തോഷവും കൂട്ടായ്മയ്ക്കൊന്നും ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. സെമിനറി ഡേ നമ്മൾ ഹോം ഡേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു സത്യവുമുണ്ടല്ലോ. നമ്മളിവിടെ ഈ സെമിനറിയിൽ ഒരു കുടുംബാംഗങ്ങളെപ്പോലെയാണ് ജീവിക്കുന്നത്. നമുക്കിതൊരു കുടുംബമാണ്. കുടുംബത്തിൻ്റെ സവിശേഷത നമുക്കറിയാം. അവിടെ പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ ബന്ധമുണ്ട് എല്ലാവരും തമ്മിൽ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു പരസ്പര ധാരണയുണ്ട്. മൂന്നാമതായിട്ട്, ഓരോരുത്തരും മറ്റു വ്യക്തികളെ അവരായിരിക്കുന്നത് പോലെ നമ്മൾ അംഗീകരിക്കുകയും
അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു കുടുംബത്തിൻ്റെ സവിശേഷതകളാണെങ്കിൽ നമ്മുടെ സെമിനാരിയെ നമ്മളൊരു കുടുംബം എന്ന് വിശേഷിപ്പിച്ചാൽ നമുക്കിതെല്ലാം ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിലൂടെ ഈ ഹോം ഡേ എന്ന വിശേഷണത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന സത്യവും നമുക്കെല്ലാവർക്കും ഓർത്തിരിക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഈ കുടുംബത്തിനൊരു പ്രത്യേകത, ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ വസിക്കുന്നവർ മാത്രമല്ല. സ്നേഹാനപ്പെട്ട റക്ടച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട സ്നേഹത്തിൽ ഈ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഈ സെമിനാരിക്കാരുടെ ആത്മികവും ഭൗതികമായ വളർച്ചയിൽ സഹായിക്കുന്ന പ്രൊഫസേഴ്സായിട്ട് വരികയുന്നവർ, പ്രധാനമായിട്ട് അച്ഛന്മാർ, അതോടൊപ്പം അൽമായർ, അവരും ഒരർത്ഥത്തിൽ കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്നാൽ അതിലുപരിയായിട്ട് കുടുംബത്തിലെ അംഗങ്ങളായിട്ടുള്ളവർ ഈ വൈദിക വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒരു എൻലാർജ്ഡ് ഫാമിലിയിലെ അംഗങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്, നിങ്ങളും കണക്കാക്കുന്നത്. മാത്രമല്ല ഈ സെമിനാരിയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും ആത്മീകമായ അഭിവൃദ്ധിയെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ധാരാളം വ്യക്തികളുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന വ്യക്തികളുണ്ട്, അറിഞ്ഞും അറിയാതെയുമെല്ലാം സഹായിക്കുന്നവർ. ഇവരെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ എൻലാർജ്ഡ് ഫാമിലി. നമ്മുടെ എല്ലാവരുടെയും ഒരു ഹോം ഡേ ആണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഇവിടെ വസിക്കുന്ന, പ്രദേശത്തിനോടൊപ്പം വസിക്കുന്ന വൈദികർ 3 പേര് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അവർക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരെപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി എത്രമാത്രം താല്പര്യത്തോടെ ശ്രദ്ധയോടെ അധ്വാനിക്കുന്നുവോ അതുപോലെ പക്ഷേ അതിലുപരിയായിട്ടും ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരാണ് സ്നേഹാനപ്പെട്ട റക്ടച്ചനും സ്പിരിച്വൽ ഫാദർ, വൈസ് റക്ടർ അച്ഛന്മാർ. ഈ ഹോം ഡേ ആഘോഷിക്കുമ്പോൾ രൂപതയുടെ പേരിൽ 3 പേർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്, ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് റാഫേൽ അച്ഛന് നന്ദി പറയുന്നു. അതിൻ്റെ കാരണം റക്ടച്ചൻ സൂചിപ്പിച്ചു. അച്ഛൻ ഇവിടുത്തെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ റക്ടർ, വൈസ് റക്ടർ എന്നതിലുള്ള അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് പുതിയൊരു ഇടവക ജോലിയിലേക്ക് പോകുമ്പോൾ മനോഹരമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് റക്ടച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിന് അടിവരയിട്ടാൽ മാത്രം മതി. അങ്ങനെ അടിവരയിട്ടുകൊണ്ട് അച്ഛന് പ്രത്യേകമായിട്ടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു, അച്ഛൻ്റെ ശുശ്രൂഷിക്കുന്ന സേവനത്തിന് വേണ്ടിയിട്ട്. അതോടൊപ്പം ഞാൻ നന്ദി പറയാൻ കടപ്പെട്ടതാണ്, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് നമ്മുടെ ബെനഫാക്ടേഴ്സ്, പ്രാർത്ഥിക്കുന്നവർ, കുടുംബത്തിൽ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും അച്ഛനോട് ചേർന്ന് രൂപതയുടെ പേരിൽ ഞാൻ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഹോം ഡേ നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1-2 ചിന്തകൾ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോടുമായിട്ട് പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഈ സെമിനാരിയിലേക്ക് വന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് എ കൺവിക്ഷൻ ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് മീ ടു പ്രീസ്ലി ലൈഫ്. പൗരോഹിത്യ ജീവിതത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നു. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആരാണ് വിളിച്ചത്? മറ്റാരുമല്ല, ഇസ് ഗോഡ് ഹാസ് കോൾഡ് മീ. ദൈവമാണ് എന്നെ വിളിച്ചത്. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ്. എങ്കിലും നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട്, ഗോഡ് ഹാസ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ ഫ്രം യു. കർത്താവ് അപ്പസ്തോലന്മാരെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിച്ചപ്പം അവരെക്കുറിച്ചെല്ലാം ഒരു നല്ല പ്രതീക്ഷയോടു കൂടിയാണ് ദൈവം വിളിച്ചതെങ്കിൽ, ഈശോയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രത്യേകമായ സ്നേഹമുണ്ട്, പ്രത്യേകമായൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ വളരാനായിട്ട് വിളിച്ചവനോട് വിശ്വസ്തനായിരിക്കണം എന്നുള്ള ആദ്യമേ നമുക്ക് ഓർക്കാം. ദൈവത്തിന് ഈ പ്രതീക്ഷ നിങ്ങളെക്കുറിച്ചുള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കല്യാൺ രൂപത ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഭാവിയെക്കുറിച്ചും നാളെയെക്കുറിച്ചും വൈദികരായതിനു ശേഷം രൂപതയിൽ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം പ്രത്യേകം വിളിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവർ. സോ ഡയസിസ് ഹാസ് ആൻ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും ഡയസിസ് എപ്പോഴും മൈനർ സെമിനാരിയെ വളരെ കാര്യമായിട്ട് ഹൃദയമായിട്ട് കണക്കാക്കുന്നു എന്നെപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ എക്സ്പെക്റ്റേഷനുണ്ട്, ഡയസിസിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഞാനൊരു പക്ഷേ അതിന് മുമ്പ്, ഡയസിസിൻ്റെ എക്സ്പെക്റ്റേഷന് മുമ്പ് തന്നെ ഒരു പക്ഷേ പറയേണ്ടതാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷനുണ്ട്. ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ സെമിനാരിക്കാരുടെയൊക്കെ മാതാപിതാക്കൾ എത്രമാത്രം പ്രത്യാശയും പ്രതീക്ഷയോടുകൂടിയാണ് ഈ സെമിനാരിയിൽ പോയവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു ചൊല്ലുണ്ട്.
അപ്പം അത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മാത്രമല്ല അവരുടെ പ്രാർത്ഥന, ഞാൻ ഓരോ വാക്കുകൾ എല്ലാവരുടെയൊക്കെ ഞാൻ അവസരത്തിൽ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം പറയുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു ശമാച്ചൻ പഠിച്ച് ഡീക്കനായി ഫോർത്ത് ഇയർ ആയപ്പം ഒരമ്മ എല്ലാ ദിവസവും തന്നെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അപ്പോഴവിടെ ചെന്ന് സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചു, എന്തുകൊണ്ട് എത്രമാത്രം ഉപവാസം അനുഷ്ഠിക്കുന്നതും അല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അപ്പോൾ എൻ്റെ മകൻ ഡീക്കനായി, ഈ വർഷം പട്ടം കിട്ടേണ്ടതാണ്, അപ്പോൾ അടുത്ത ഒരുക്കത്തിലാണ്, അതുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ ഞാൻ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. നോക്കണം അമ്മ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ ചില അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പിതാവേ എൻ്റെ മകൻ സെമിനാരിൽ പോയത് മുതൽ ഞാൻ പ്രത്യേകമായിട്ട് ഒരു കൊന്ത ചൊല്ലി ആ മകന് വേണ്ടി കാഴ്ചവെക്കുക എല്ലാ ദിവസവും. ഞാനീ പറയുന്നത് എന്താണ്, മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. ദൈവത്തിന് പ്രതീക്ഷയുണ്ടെങ്കിൽ അതുപോലെ മാതാപിതാക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നിങ്ങൾ സെമിനാരിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് രൂപതയുടെ പ്രതീക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതിനനുസരിച്ച് നിങ്ങൾ വളരണം. അതോടൊപ്പം തന്നെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന എല്ലാവരും ആയിരിക്കാം, ബെനഫാക്ചേഴ്സ് ആയിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. അവരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ശമാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൈനസ് സെമിനാരിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബെനഫാക്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ചില ബെനഫാക്ചേഴ്സ് ഒക്കെ ഉണ്ട്, പേഴ്സണലായിട്ട് ബെനഫാക്ചേഴ്സ് ഉള്ളവരുണ്ട്. സെമിനാരി പൊതുവായിട്ട് സഹായിക്കുന്നവരുണ്ട്. ചിലപ്പോഴൊക്കെ ചിലർക്ക് എൻ്റെ കയ്യിൽ മൈനസ് സെമിനാരിക്ക് വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ തന്നതിന് ശേഷം പറയും, പിതാവേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു, വലിയ അധികം ഉണ്ടായിട്ടില്ല, പക്ഷേ സെമിനാരിയിലെ ഫോർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആ ഒരു ഔദാര്യവും ഒരു പ്രതീക്ഷയൊക്കെ ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷ മനസ്സിലുണ്ടെന്ന് നമുക്ക് ഓർക്കാം. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്പന്ദനമൊക്കെ നമ്മൾ റിലീസ് ചെയ്തു. അതിൽ അതിൻ്റെ നമ്മുടെ ടാലൻസ് എല്ലാം നമ്മളിവിടെ പ്രകാശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഓരോ പ്രാവശ്യവും ഞാനിവിടെ വരികയും നമ്മുടെ ഹോം ഡേയിലൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം നമ്മുടെ ബ്രദേഴ്സിന് എത്രമാത്രം ടാലൻസ് ഉണ്ട്. അത് പലതരത്തിലുമുണ്ട്. ഈ ഒരു എന്നാ പറയണ്ടേ, ന്യൂ ഇയറ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്ന ഒരു ടെക്നോളജിയും കഴിവുകളും ഒക്കെ അല്ല ഇന്നുള്ള കുട്ടികൾ. അവർക്ക് ദേ ആർ ഏബിൾ ടു കപ്പ് അപ്പ് വിത്ത് എന്നാ പറയുന്നത് മോഡേൺ ഡെവലപ്മെൻറ്റ്, അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണ്, നിങ്ങളുടെ ഈ കഴിവുകളെയെല്ലാം വാസ്തവത്തിൽ ദൈവത്തിന് സമർപ്പിച്ച് കഴിയണം. ഈ കഴിവുകളൊക്കെ എന്തിനു വേണ്ടി ദൈവം തന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരു പക്ഷേ ഇൻ ദ സെക്കുലർ വേൾഡ് നിങ്ങളൊരു പക്ഷേ പഠിച്ച് മിടുക്കന്മാരായിട്ട് വലിയ വലിയ പൊസിഷനിൽ ഒരു പക്ഷേ എത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടാലൻസുകളെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മളിതെല്ലാം ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ദൈവം തന്ന കാര്യസംസ് ആയിട്ട് നമ്മൾ വളർത്താൻ പോവുകയാണ്. പ്രസംഗചാതുരിയായിരിക്കാം, അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ളതായിരിക്കാം, പാട്ട് പാടാനുള്ള കഴിവായിരിക്കാം, എന്തുമാകട്ടെ, പഠിക്കാനുള്ള കഴിവായിരിക്കാം, പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കാം. ഈ കഴിവുകളൊക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം, അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പം അതെല്ലാം കാര്യസംസായിട്ട്, അതാ പൗലോസ്ലീഹ പറയുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു കാര്യസംസ് നൽകിയിരിക്കുകയാണ്. ആ കാര്യസമായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഹോം ഡേയുടെ, സെമിനാരി ഡേയുടെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹവും ഹൃദയപൂർവ്വം എല്ലാവർക്കും, സ്നേഹമായിട്ട് അച്ഛന്മാർക്കും സഹോദരങ്ങൾക്കും, അതോടൊപ്പം ഈ സെമിനാരിയോട് ബന്ധപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം മംഗളം നേരുകയും ദൈവം നമ്മെ എല്ലാവരെയും, നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു.
Now is the moment we have all been waiting for with bated breath, with anticipation. This is the moment where we will be rewarded for our efforts. I now call upon our Vice Rector, Reverend Father Raphael Einickel, for the prize distribution ceremony. Let us all applaud as we invite him. Talents without hard work are useless. This is an anonymous quote which we might have probably heard. Our loving bishop, in his presidential and inaugural address, gave us the importance of how we must use or how we must channelize our talents. God has given us lots and lots of talents, which we all know. If we surrender all those talents to the hands of God for His glory and for the service of His people, it will be a wonderful bouquet which we can hand it over to Him. With this, I would like to thank Almighty God for giving me a wonderful opportunity to render my humble service, though unworthy. In these 2.5 years, of which I had been appointed as the Vice Rector of our minor seminary, I would like to thank
our bishop, as well as the formators, especially Very Reverend Father Rector Jacob Achan, Spiritual Father Reverend Father Kitigalachan. They were a really great support for me. And also the brothers who helped me. These 2.5 years which I spent was really a blessing for me. I could see the providence of God working in each one of us. We all have witnesses. We all have witnessed also the home days which we celebrated, the celebrations and everything. When I would say that I have come to a sunset of my service here, I also take this opportunity to announce the results of the competitions held in our seminary. Competitions of various kinds, literary, cultural, sports, are all held in our minor seminary so as to bloom up. These brothers took great efforts to work hard and to achieve great success in these competitions. Before I announce the result, I would also like to welcome our new Vice Rector, Reverend Father Georgette Kootungal, who will take up the beacon and will continue to form these young brothers as priests according to the heart of Jesus. With this, I announce the prizes. We have the individual prizes and the group prizes as well. So, for distributing the prizes, I would like to invite our loving Lordship, Your Excellency, Ma Thomas Elevenal, to the stage to give away the prizes. In the individual category, we have 3 categories: cultural, literary, and sports. The cultural champion of Josh 2020 is Brother Varghese Charamel. The literary champion of Josh 2020 is Brother Glenn Charvatur. And the sports champion of Josh 2020 is Brother Tinto Alexander. We finish up with the individual prizes. Now we go to the group. The third prize for Josh 2020 for group events goes to Team Fiery Knights, headed by the leader, Brother Tinto Alexander. The second group prize goes to the group Kingsmen, led by the leader, Brother Savio Charvatur.
And the overall champions for the home day competitions of this year, Josh 2020, goes to the group Titans led by Brother Glenn Chervatur. Thank you, Your Lordship, for distributing the prize. Thank you, brothers, for your great support, and continue the zeal of sportsman spirit and go ahead and become good and saintly priests in your future. Thank you. Gratitude is not the greatest virtue, it is the parent of all virtues. I now call upon our General Prefect, Brother Savio Chervatur, for the vote of thanks. Just as every beginning has an end, here we are at the end of this auspicious event with our hearts filled with gratitude. For gratitude is a powerful catalyst that lights a spark of joy. First of all, we thank God for implanting in us the seeds of talents, for without Him, nothing is possible. As the sun radiates its love to the plants, so is our beloved Bishop, His Lordship, Ma Thomas Levenal, who has graced this event with his presence and love. For without water, a plant withers away. We are grateful to our Rector, Very Reverend Father Jacob Portur, for adding in our lives cups of values to make us perfect men. We thank our Vice Rector, Reverend Father Raphael, for clipping off the leaves of imperfection from us. For a plant becomes perfect in the garden only when its imperfections are pruned off. At the directions of the gardener, we thank Reverend Father Lizu Kitigal, our spiritual director, who helps us maintain the soil of spirituality by removing unwanted weeds of life. Though he is a small tree and is ready to be placed with the bigger ones, we thank our recent brother, Brother Zerin Nelisheri, for overshadowing us with his leaves of experience. We are not full of knowledge and not yet received great wisdom. We thank our dear professors and fathers for imparting us with the knowledge and wisdom they had. To grow into good and quality plants, a tree requires fertilizers and nutrition. We thank you, benefactors, for your support that you have given to us. You are an antidote for today's world. Even though we are away from you, we feel your love, dear parents. For you are like a net of roots who cannot be forgotten. We thank you for always being there for us. We are grateful to our dear major seminarians, for they are the support of ideas in our life. We also like to thank Reverend Father Franklin Potananikal, the director of Kalyan Media Cell, and his members for their digital and media support. For we are all to be grateful to you all, who make us happy. You are the charming gardeners who make our souls blossom. Thank you.